ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാഫൈഡ് ബൈ സൈനസ്. ഇന്ന് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവിങ് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടാൻ റിമൂവിങ് ആയി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇതിന് ബേസിക് തിങ്സ് വേണ്ടത് നമ്മളെ വീട്ടിൽ തന്നെ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ ഓട്സ് പൊടിച്ചതാണ്, ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത്, അതായത് നമ്മുടെ ഒരു സ്ക്രബ്ബർ പരുവം. പിന്നെ വരുന്നത് കടലമാവ്, പയറുപൊടി. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് വേണമെങ്കിൽ രണ്ട് യൂസ് ചെയ്യാം. പ്ലസ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ പാലോ തൈരോ അല്ലെങ്കിൽ ഹണി ആണെങ്കിലും ഓക്കെയാണ്. അപ്പം നമുക്ക് ഏതാണ് നമ്മളെ കംഫർട്ടബിലിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മഞ്ഞൾപ്പൊടി, അടുത്തതായി ഓട്സ് പൊടിച്ചതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കടലമാവ്, പയറുപൊടി, ആവശ്യത്തിന് വെള്ളം പാല എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം. ഇത് നോർമൽ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിലേക്ക് നമുക്ക് പൊടിച്ച ഓട്സ് ചേർക്കാം. ഓട്സ് ചേർത്ത് മിക്സ് ചെയ്യണമെന്നില്ല, നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. 2 സ്പൂൺ ഓട്സ്. പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കടലമാവാണ്. കടലമാവ് അത് എല്ലാം 1:1:1 എന്നുള്ള പ്രപ്പോർഷനിൽ മതിയായിരിക്കും. പയറുപൊടി, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന്, ഞാൻ പറഞ്ഞല്ലോ, പാലാണെങ്കിൽ പാല്, വെള്ളം, തൈര്, എന്താണ് നമുക്ക് അവൈലബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്താണ് ചേരുന്നത് അതനുസരിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി നോക്കണം. ഒത്തിരി ലിക്വിഡിറ്റി വേണ്ട, നമുക്ക് ഒരു മീഡിയം രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതിനെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, പാലാണെങ്കിൽ പാല്, ചിലർക്ക് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ചെറിയ നീറ്റൽ പോലെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പാലൊഴിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അപ്പം നമുക്ക് ഇതിപ്പോൾ മിക്സ് ചെയ്തു. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാനൊരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ജെൻ്റ്ലി, കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നല്ല പോസിൽ നല്ല പോലെ ഇത് എഫക്റ്റ് ചെയ്യും. ഞാൻ ബ്രഷ് വയ്ക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഈവൻ ടൂണിലാവാനും. പിന്നെ നമ്മളെ നെയിൽസിൽ ചിലപ്പോൾ മഞ്ഞളായാൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ച് ഇടുന്നത്. പിന്നെ ചിലർക്ക് ഈ പയറുപൊടി ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് പകരം കടലമാവ് മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ മഞ്ഞൾ നമ്മുടെ ഫേസിൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്കിത് ഫേസ് മാത്രമല്ല, കയ്യിലും അണ്ടർ ആംസിലും,
അണ്ടർആംസിൽ വരുന്ന ഈ ചെറിയ ഡാർക്ക് സർക്കിൾസ്, ചെറിയൊരു ഡാർക്ക് പാച്ചസ് വരുമല്ലോ ബ്ലാക്ക് കളർ, അപ്പോൾ അതൊക്കെ പോകാൻ ഈ ഒരു മിക്സ്ചർ നല്ലതാണ്. ഒരു 20 to 30 മിനിറ്റ്സ് നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ഡിപ്പെൻഡ്സ് ഓൺ യു ആണ്. ചിലപ്പോൾ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ, ചിലപ്പോൾ 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഡ്രൈ ആവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് വെറ്റ് ചെയ്യാവുന്നതാണ്. പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമാണെങ്കിലും വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒരു 20 to 30 മിനിറ്റ്സിനകത്ത് ഉണങ്ങും. ഓക്കെ, അപ്പം ഇത് എന്നിട്ട് നമുക്കിത് എങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഒരു ലുക്ക് വാം വാട്ടറിൽ നമുക്ക് എന്തെങ്കിലും ടവൽ എന്തെങ്കിലും മുക്കി നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വേണം നമ്മളിതിനെ റിമൂവ് ചെയ്യാനായിട്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു സ്ക്രബ് കൊടുത്ത് വേണം റിമൂവ് ചെയ്യാൻ, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോഴേ നമ്മൾ കറക്റ്റ് എന്താ പറയുക, ഒരു നമ്മളെ ആ ഒരു ഡീറ്റാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്, നമ്മളൊരു സ്കിന്നിന് ചെറിയൊരു പോളിഷിങ്ങും കിട്ടും, സ്കിൻ നല്ല ബ്രൈറ്റായി വരും. അപ്പോൾ നമുക്ക് ഏതായാലും ഇതെങ്ങനെ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം എന്താണെന്ന് നോക്കാം. യെസ്, ഐ ആം ബാക്ക്. ഞാൻ ചെറുതായിട്ട് നല്ലപോലെ വാഷ് ചെയ്തു, നല്ലപോലെ വാഷ് ചെയ്തു. അവിടെയൊക്കെ ഉണ്ട്. ദിസ് ഈസ് ദ ഡിഫറൻസ്. കണ്ടോ, ആക്ച്വലി നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് ജെൻസിനും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ബട്ട് ജെൻസ് ചെയ്യുമ്പോൾ മഞ്ഞപ്പൊടി വേണം എന്നില്ല. കാര്യം അവർക്ക് ഈ ഫേസിൽ ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. പകരം ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി തൈര് തന്നെ യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആരും മടിക്കണ്ട, എന്താ പറയുക, എല്ലാവരും വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം സജസ്റ്റ് ചെയ്യുക. അടുത്തൊരു ബ്യൂട്ടി ടിപ്സ് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എനിവേ, ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. ആൻഡ് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. സോ ബൈ.